സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. എത്ര ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അതെങ്ങനെയാണ് എക്സാമിൽ ചോദിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ്, എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി? വാട്ട് ഈസ് നെറ്റ്വർക്ക് ടോപ്പോളജി? നെറ്റ്വർക്ക് ടോപ്പോളജി refer to the physical or logical arrangement of computer and network device in a network. ഒരു നെറ്റ്വർക്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ഡിവൈസ് ആർ കണക്റ്റഡ് ആൻഡ് ഫ്ലോ ഡാറ്റ, ഹൗ ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ ദം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതിലെങ്ങനെയൊക്കെയാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്തിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ടോപ്പോളജീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, നെറ്റ്വർക്ക് ടോപ്പോളജി. ഒരുപാട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഉണ്ട്. ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് ബസ് ടോപ്പോളജിയാണ്. ഒരു ബസ്സിന്റെ സീറ്റ് അറേഞ്ച് ചെയ്ത രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ എന്താണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്? ബസ് ടോപ്പോളജി ഈസ് എ നെറ്റ്വർക്ക് topology in which all devices are connected to a single main cable called the backbone. ഇതിന് എല്ലാ ഡിവൈസുകളെയും നമ്മൾ ഒരു സിംഗിൾ കേബിളിൽ കണക്ട് ചെയ്ത കാരണം കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കേബിൾ ആണ് ആക്ച്വലി അതിൻ്റെ എന്തെന്ന് പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഡാറ്റ സെൻഡ് ബൈ ദ ഡിവൈസ് ട്രാവൽ ത്രൂ ദ ബാക്ക് ബോൺ ആൻഡ് ഇറ്റ് റിസീവ് ഓൾ ദ കണക്റ്റഡ് നോട്ട്സ്. അപ്പം നമ്മൾ ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു സിംഗിൾ ലൈൻ കൂടി ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് എന്തിനും കിട്ടും, എല്ലാ നോട്ട്സിലും എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഡാറ്റയും കാര്യങ്ങളും കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് കേബിൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ ഉണ്ടായും. ഡിവൈസ് കണക്റ്റഡ് യൂസിങ് ഡ്രോപ്പ് ലൈൻസ് വെച്ചിട്ടായിരിക്കും ഡിവൈസുകൾ, ഒരു ചെറിയ ലൈൻ വെച്ചിട്ടായിരിക്കും ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ടെർമിനേറ്റർ അറ്റ് ബൂത്ത് ആൻഡ് പ്രിവെന്റ് സിംഗിൾ റിഫ്ലക്ഷൻ. ടെർമിനേറ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എല്ലാ ഇൻസിലും എന്ത് ചെയ്യുന്നുണ്ടാവും, ടെർമിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബസ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു ഡിവൈസ് സെൻഡ് ഡാറ്റ ഓൺ ടു ദ ബാക്ക് ബോൺ കേബിൾ. ഒരു ബാക്ക് ബോൺ കേബിളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റയെ സെൻഡ് ചെയ്യുന്നു. ഡാറ്റ ട്രാവൽ ഇൻ ബോത്ത് ഡയറക്ഷൻ, എല്ലാ ഈക്വൽ ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺലി ദ ഇൻറ്റൻഡ് ഡിവൈസ് accept the data. ഇന്റർനെറ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ, അതിലത്തെ ഓരോ ഡിവൈസുകളും എന്ത് ചെയ്യുന്നു, ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആവശ്യമുള്ളവർ, അതായത് ആവശ്യമുള്ള ഡിവൈസുകൾ മാത്രമാണ് ഡാറ്റേനെ എന്ത് ചെയ്യുന്നുള്ളൂ, ആക്സസ് ചെയ്യുള്ളൂ. അല്ലാത്തവർ അത് എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അതാണ് എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ബസ് ടോപ്പോളജിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അത് നമ്മളുടെ സ്മോൾ ഓഫീസ് നെറ്റ്വർക്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ടെമ്പററി നെറ്റ്വർക്ക്സിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യും. അതേപോലെ ഇതർനെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഈ ബസ് ടോപ്പോളജിയാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കോൺഫിഗറേഷനോ അല്ലെങ്കിൽ കൂടുതൽ ടൈംസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല എന്തിനും, നമ്മളുടെ ബസ് ടോപ്പോളജിക്ക്. പിന്നെ അതേപോലെ തന്നെ ലോ കോസ്റ്റ് ആണ് ഇതിന് വരുന്നത്, ബസ് ടോപ്പോളജിക്ക് വരുന്നത്. പിന്നെ എന്താണ്, റിക്വയർസ് ലെസ് കേബിൾ മതി. ഒറ്റ കേബിളിലാണല്ലോ ഡാറ്റയും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കേബിൾസിൻ്റെ
എണ്ണം കുറവ് മതി. സ്യൂട്ടബിൾ ഫോർ സ്മോൾ നെറ്റ്വർക്കിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ബസ് ടോപ്പോളജിയാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ഫെയിൽസ് ടു ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഇപ്പം ആ മെയിൻ കേബിൾ, അതായത് അതിനെയാണല്ലോ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ സിസ്റ്റം എന്ത് ചെയ്യും? കേടുവന്ന് വരും എന്നുള്ളതാണ്. ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട്. അതേപോലെ തന്നെ ഇത് മീൻസ് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പെർഫോമൻസ് ഡിക്രീസ് ആസ് ഡിവൈസ് ഇൻക്രീസ്. അതായത് ഇപ്പോൾ കുറേ ഡിവൈസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോമൻസ് കുറവായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസുകൾക്ക് എങ്ങനെയായിരിക്കും? ആ ഒരൊറ്റ കേബിളിന്റെ ബേസിലാണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡിവൈസ് ആകുമ്പോൾ അത്രയും ലെങ്ത് വരും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. പിന്നെ ലിമിറ്റഡ് കേബിൾ ലെങ്ത് ആണ്. ആ കേബിൾ ഇപ്പോൾ ബസ് ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിലപ്പുറം നമുക്ക് ഡാറ്റാസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റാർ ടോപ്പോളജിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ ടോപ്പോളജി ഈസ് എ നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സെൻട്രൽ ഡിവൈസ് സച്ച് ആസ് ഹബ് ഓർ സ്വിച്ച്. ഓൾ ഡാറ്റ ട്രാൻസ്മിഷൻ അക്കോർ ത്രൂ ദ സെൻട്രൽ ഡിവൈസ്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന്റെ സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റ ഡിവൈസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വിച്ച് അല്ലെങ്കിൽ ഹബ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഒരു സെൻട്രൽ ഹബ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എന്ത് ചെയ്യും? കേബിൾസ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യും? നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ നോട്ട്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഒരു ഡിവൈസ് സെൻഡ് ഡാറ്റ ടു ദ സെൻട്രൽ ഹബിലോട്ടായിരിക്കും ഡിവൈസുകൾ ഡാറ്റയും കാര്യങ്ങളും സെൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് ആ സെൻട്രൽ ഹബിൽ നിന്നായിരിക്കും ഡാറ്റാസിനെ ഫോർവേഡ് ചെയ്യുക, ഡെസ്റ്റിനേഷനിലോട്ട് ഫോർവേഡ് ചെയ്യും കാര്യങ്ങളും ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് പാസ് ത്രൂ ദ സെൻട്രൽ ഡിവൈസ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് എക്സാമ്പിൾ കണ്ടോ? ഒരു സെൻട്രൽ നോഡ് ഉണ്ട്, അതിൽ നിന്ന് വേറെ ഒരു സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ട്, ബാക്കിയുള്ള ഇതിലോട്ട് എന്താണ് കണക്ഷൻ വരികയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ആൻഡ് ഈസി ഡിഫോൾട്ട് ഡിറ്റക്ഷനും കാര്യങ്ങൾക്കൊക്കെ. കാരണം സെൻട്രലൈസ്ഡ് ആണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഫെയിലിയർ ഫോർ വൺ നോഡ് ഡു നോട്ട് അഫക്റ്റഡ് അതേഴ്സ്. ഒരു നോഡിൽ എന്തെങ്കിലും സംഭവിച്ച വേറെ ഉള്ളതുമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയൊന്നുമില്ല. പിന്നെ ഹൈ പെർഫോമൻസ് ആയിരിക്കും എന്തിലുണ്ടാവുക? സ്റ്റാർ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കുക. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൻട്രൽ ഡിവൈസ് ഫെയിലിയർ സ്റ്റോപ്പ് എൻറ്റയർ സിസ്റ്റം. ആ സെൻട്രലിലുള്ള ആ നോഡിന് എന്തെങ്കിലും സംഭവിച്ച എൻറ്റയർ സിസ്റ്റത്തിന് അതിനെ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. മോർ കേബിളിങ്ങും കാര്യങ്ങളും ഒക്കെ എന്തിനു വേണം? ഇതിന് വേണം. പിന്നെ ഹയർ കോസ്റ്റ് ദാൻ ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിനേക്കാൾ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും കൂടുതലായിരിക്കും എന്തിലുണ്ടാവുക? നമ്മളുടെ സ്റ്റാറിലുണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. നമ്മൾ അതേപോലെ നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുക ഓഫീസിൽ, കോർപ്പറേറ്റ് നെറ്റ്വർക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർ യൂസ് ചെയ്യാൻ പറ്റും. സ്കൂൾസിൽ, കോളേജ്, അതായത് ഒരു സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ഇതിലോട്ട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യായിരിക്കും? ഷെയർ ചെയ്യായിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഹോം ലാൻ നെറ്റ്വർക്ക്സിലൊക്കെ, മോഡേൺ ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. സോ ഓരോ കമ്പ്യൂട്ടേഴ്സും ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? കണക്ട് ചെയ്തിട്ടുണ്ടാവുക. Ring topology is a network topology which each device is connected to earlier two other devices. ആ പിക്ചറിൽ കാണിച്ച പോലെ ഒരു ഡിവൈസ് ബാക്കി രണ്ട് ഡിവൈസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്റ്റഡ് ആയിരിക്കും.
ഫ്രം ദ ക്ലോസർ സർക്കുലർ റൂട്ടിലായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഡാറ്റ ട്രാവൽ നോഡ് ടു നോഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡാറ്റാസ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അറൗണ്ട് ദ റിങ്ങിലായിരിക്കും എന്ത് ചെയ്യുക, ഡാറ്റാസും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് യൂഷ്വലി ഇൻ വൺ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിവൈസ് കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനറിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈച്ച് നോഡ് ഹാസ് നോ നെയ്ബേഴ്സ്. ഓരോ നോഡിലും എന്തുണ്ടാവും, രണ്ട് നെയ്ബേഴ്സ് ഉണ്ടായിരിക്കും. അത് ഒരു സിസ്റ്റത്തിലാണ് ബാക്കി രണ്ടെണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അത് ആ രീതിയിലാണ് എന്തെന്ന് പറയുക, ആ പിക്ചർ ആലോചിച്ചിട്ട് ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോ സെൻട്രൽ ഹബ്ബോ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ എന്തില്ല, ഇല്ല. ഇനി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഡാറ്റ ഈസ് സെൻഡ് ഇൻ വൺ ഫിക്സഡ് ഡയറക്ഷൻ അറൌണ്ട് ദ റിംഗ്. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈച്ച് നോഡ് റിസീവ് ദ ഡാറ്റ ആൻഡ് ചെക്ക് ദ അഡ്രസ്. അപ്പോൾ ഈച്ച് നോഡ് എന്ത് ചെയ്യുന്നു, ഡാറ്റാസിനും കാര്യങ്ങളും റിസീവ് ചെയ്യുന്നു ആൻഡ് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, അഡ്രസ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഇഫ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇഫ് ഫോർവേഡ് ദ ഡാറ്റ ടു ദ നെക്സ്റ്റ് നോഡ്. ഒരു ഡെസ്റ്റിനേഷനോ കാര്യങ്ങളോ ഉണ്ടാവും, ഡാറ്റേനെ നെക്സ്റ്റ് നോഡിലത് അതെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കും. ഇനി ദ ഡെസ്റ്റിനേഷൻ നോഡ്സ് ആക്സെപ്റ്റ് ദ ഡാറ്റ. ഡെസ്റ്റിനേഷൻ നോഡ് ആയിരിക്കും എന്ത് ചെയ്യാൻ, ഡാറ്റേനെയും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാം. And many ring network use token passing to avoid collisions. എല്ലാ നെറ്റ്വർക്ക്സും എന്ത് ചെയ്യുന്നുണ്ട്, ടോക്കൺസ് പാസ് ചെയ്ത കാരണം കൊണ്ട് അവിടെ കൊളീഷനും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് പണ്ടത്തെ ഓൾഡർ ലാൻഡ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഈ റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ടോക്കൺ റിംഗ് നെറ്റ്വർക്കിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി നെറ്റ്വർക്ക്സിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യണം, ഇൻഡസ്ട്രിയിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോ ഡാറ്റ കൊളീഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഡെസ്റ്റിനേഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് പോവുക. ഈക്വൽ ആക്സസ് ടു ഓൾ നോഡ്സിൽ എന്തായിരിക്കും, ഈക്വൽ ആക്സസും കാര്യങ്ങളുമായിരിക്കും എന്തുണ്ടാവുക, ഇതിലുണ്ടായിരിക്കുക. ആൻഡ് പ്രഡിക്റ്റബിൾ നെറ്റ്വർക്ക് പെർഫോമൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഡിസഡ്വാൻറ്റേജസ്. ഇതിന്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഫെയിലിയർ ടു വൺ നോഡ് ടു കേബിൾ ക്യാൻ ബ്രേക്ക് ദ നെറ്റ്വർക്ക്. ആ കേബിൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക്സും കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതിന് ബാക്കി എല്ലാത്തിനും ഇത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഡിഫിക്കൽട്ടി ടു ആഡ് റിമൂവ് ഡിവൈസസ്. ഇത് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ് ഏതിലെന്ന് പറയുന്നത്, റിംഗ് ടോപ്പോളജിയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മെഷ് ടെക്നോളജിയാണ്, മെഷ് ടോപ്പോളജിയാണ്. ഒരു കണ്ടോ, ഇത് അങ്ങോട്ടും ഒരു ഡിവൈസ് എല്ലാ ഡിവൈസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒന്നാമത്തെ ഡിവൈസ് ബാക്കിയുള്ള 5 ഡിവൈസുമായിട്ട് എന്തുണ്ടാവും, കണക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. മെഷ് ടോപ്പോളജി ഈസ് എ നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഈച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു എവറി അതർ ഡിവൈസ് ഇൻ ദ നെറ്റ്വർക്ക് ഫുള്ളി ഓർ പാർഷ്യലി. അത് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് ഒരു ഡിവൈസ് ബാക്കി എല്ലാ ഡിവൈസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്റ്റഡ് ആയിരിക്കും. ദിസ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ പാർട്സ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടാവും, ഇതിനുണ്ടായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് മെഷ് ടോപ്പോളജിയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ മെഷ് ആണ്. അപ്പൊ എല്ലാ നോട്ട്സും ബാക്കിയുള്ള നെറ്റ്വർക്കിന് എല്ലാ നോട്ട്സുമായിട്ട് എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹൈലി റിലയബിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. പാർഷ്യൽ നോഡ് എന്ന് പറയുന്നത് സം നോട്ട്സ് ആർ കണക്റ്റഡ് ടു മെനി നോട്ട്സ്. ചില നോട്ട്സ് പലതുമായിട്ട് കണക്ട് ചെയ്യാം, ചിലത് കണക്റ്റഡ് ആയിരിക്കില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, പാർഷ്യൽ മെഷ് എന്ന് പറയുന്നത്. അതർ ഹാവ് ഫ്യൂവർ കണക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ഇതിന്റെ സ്ട്രക്ചറിന്റെ ബേസിലാണ് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് കേബിൾസ് ആൻഡ് കണക്ഷൻസ് ആണ് ഇതിലുണ്ടായിരിക്കുക. നോ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല, മെഷീനുണ്ടാവില്ല. ഡെഡിക്കേറ്റഡ് ലിങ്ക് ബിറ്റ്വീൻ ഡിവൈസസ്. ഓരോ ഡിവൈസുകളും അതിനതിൻ്റെതായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ലിങ്ക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡാറ്റ ക്യാൻ ട്രാവൽ ത്രൂ ദ മൾട്ടിപ്പിൾ പാത്ത് വഴി നമുക്ക് ഡാറ്റാസിനെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.
ഇഫ് വൺ ലിങ്ക് ഫെയിലിയർ ഡാറ്റ യൂസ് ആൻ ഓൾട്ടർനേറ്റീവ് പാത്ത്. ഇപ്പോൾ ഒരു പാത്ത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എൻഷുവർ ഹൈ റിലയബിലിറ്റി ആൻഡ് ഫോൾട്ട് ടോളറൻസ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ആയിട്ട് ഇപ്പോൾ ഫെയിലിയറോ കാര്യങ്ങളോ ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും ഇതിലുണ്ടാവുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയുന്നത്. വെരി ഹൈ റിലയബിലിറ്റി ആണ് എന്തിനുള്ളത്, നമ്മളുടെ മെഷ് ടോപ്പോളജിക്ക് ഉള്ളത്. നോ ഡാറ്റ ലോസ് ടു ലിങ്ക് ഫെയിലിയർ, ലോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈ സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ് മെഷ് ടോപ്പോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസി ഫോൾട്ട് ഐസൊലേഷൻ ആണ്, ഫോൾട്ടും കാര്യങ്ങളും കുറവായിരിക്കും. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻസ്റ്റലേഷനോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര എക്സ്പെൻസ് കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. കോംപ്ലെക്സ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് കേബിൾസും കാര്യങ്ങളും ഉണ്ടാവും. ഇത് എല്ലാത്തിനും കണക്ട് ചെയ്യണമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് കേബിൾസും കാര്യങ്ങളും യൂസ് ചെയ്യണം. ഇനി അടുത്തതാണ് ട്രീ ടോപ്പോളജി. ഒരു ട്രീയുടെ ഷേപ്പ് പോലെയാണ് എന്തെന്ന് പറയുന്നത്, ഇത് കണക്ഷൻ ഉണ്ടാവുക. കണ്ടോ, ഒരു ലൈൻ ഉണ്ട്, അതിൽ നിന്ന് വേറെ ഒരെണ്ണത്തിലോട്ട് കണക്ട് ചെയ്ത് വേറെ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തു, പിന്നെ ഒരെണ്ണം കണക്ട് ചെയ്തു, പിന്നെ ഇതും തമ്മിൽ കണക്ട് ചെയ്തു. ഒരു ട്രീയുടെ ഷേപ്പിലായിരിക്കും എന്തുണ്ടാവുക, ട്രീ ടോപ്പോളജി ഉണ്ടായിരിക്കും. Tree topology is a network topology in which devices are arranged in a hierarchical system similar to a tree. ഒരു ട്രീയുടെ ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. കോമ്പിനേഷൻ ഓഫ് ആരുടെയൊക്കെയാണ്, സ്റ്റാറിൻ്റെയും ബസ്സിൻ്റെയും കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റൂട്ട് ഉണ്ടാവും, അതാണ് അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുണ്ടാവുക. പിന്നെ അതിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ബ്രാഞ്ചസ് എന്തിലുണ്ടായിരിക്കും, സ്റ്റാർ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കും. ഈച്ച് ബ്രാഞ്ച് യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജി ആയിരിക്കും. ബാക്ക് ബോൺ കണക്ട് ടു ഓൾ സ്റ്റാർ നെറ്റ്വർക്ക്. അതുമായിട്ട് എല്ലാ ഡിവൈസുകളും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കണക്ഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഡാറ്റ ഫ്ലോ ഫ്രം ദ റൂട്ട് നോഡ് ടു ബ്രാഞ്ച് നോഡ്സ്. അതായത് ഡാറ്റ ഫ്ലോ എങ്ങനെയായിരിക്കും, ഒരു റൂട്ടിൽ നിന്ന് നമ്മൾ ഒരു ട്രീയുടെ രീതിയിൽ ഇതിനെ ചിന്തിച്ചാൽ മതി. ഒരു റൂട്ടിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് എല്ലായിടത്തേക്കും ഇതിലെന്തുണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ബ്രാഞ്ച് നോഡ് ഫോർവേഡ് ഡാറ്റ ടു ഏതർ കണക്ഷൻ ഡിവൈസ്. ബ്രാഞ്ചിനോട് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഒരു ഹൈറാർക്കിക്കൽ പാത്ത് ഉണ്ടായിരിക്കും ഇതിലുണ്ടായിരിക്കാം. ഈ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി കോളേജുകൾ, കോർപ്പറേറ്റ് ഓഫീസ് നെറ്റ്വർക്കുകൾ, ലാർജ് എൻ്റർപ്രൈസിൽ, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ട്രീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു എക്സ്പാൻഡ് ആൻഡ് സ്കെയിലബിൾ ആയിരിക്കും ഇതുണ്ടായിരിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈസി മാനേജ്മെന്റ് ഓഫ് ലാർജ് നെറ്റ്വർക്കിന് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫോൾട്ട് ഐസൊലേഷൻ ഈസിയർ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. ലാർജ് ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എൻറ്റയർ സിസ്റ്റത്തിന് അത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. കോംപ്ലക്സ് മെയിൻ്റനൻസും കാര്യങ്ങളും എന്തായിരിക്കും, കുറച്ച് കോംപ്ലക്സ് ആണ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി. കാരണം എവിടെയാ എന്നൊന്നും അറിയാൻ പറ്റില്ല. ആൻഡ് എന്താണ്, മോർ കേബിൾസും കാര്യങ്ങളുമാണ്. ഇത് ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ ഹയർ കോസ്റ്റ് വേണം. ഇനി ഹൈബ്രിഡ് ടോപ്പോളജിയാണ് നെക്സ്റ്റ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. Hybrid topology എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 2 or more ഡിഫറെൻറ്റ് ടോപ്പോളജീസ് സച്ച് ആസ് സ്റ്റാർ, ബസ്, സ്ട്രിംഗ് ആൻഡ് മെഷ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു മീറ്റ് സ്പെസിഫിക് നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ്. ഇതിൻ്റെ റിക്വയർമെൻറ്റ് ബേസിലായിരിക്കും ഇത് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യും കാര്യങ്ങളും ചെയ്യുക. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസ് മൾട്ടിപ്പിൾ ടോപ്പോളജി ഇൻ വൺ നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ ടോപ്പോളജീസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് hybrid topology എന്ന് പറയുന്നത്. ഈച്ച് പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് മേ ഫോളോ എ ഡിഫറെൻറ്റ് ടോപ്പോളജി. ഓരോ ഇതിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പോളജീസ് ആയിരിക്കും ഇത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കണക്റ്റിംഗ് യൂസിങ് ബിഗ് വൺ കേബിൾസ് ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസ് ആയിരിക്കും ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക.
ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയുന്നത്. അതായത് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ഓപ്പറേറ്റ് യൂസിങ് ഡിഫറെന്റ് ടോപ്പോളജി. ഓരോ സെക്ഷനും ഓരോ എന്തായിരിക്കും ടോപ്പോളജീസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എന്താ ഡാറ്റ ഫ്ലോ വിത്തിൻ എ സെക്ഷൻ യൂസിങ് ഇറ്റ്സ് ഓൺ ടോപ്പോളജി റൂൾസ്. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഓരോ ഇതിലും ഡാറ്റ ഫ്ലോ ഉണ്ടാവുക അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും. ഇപ്പോൾ സ്റ്റാറിനാണെങ്കിൽ സ്റ്റാറിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ റിംഗ് ആണെങ്കിൽ റിംഗിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെക്ഷൻസ് ഹാപ്പൻ ത്രൂ ദ കണക്റ്റിംഗ് ഡിവൈസസ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? കണക്റ്റിംഗ് ഡിവൈസുകൾ തമ്മിലായിട്ടായിരിക്കും എന്തുണ്ടാവുക? കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവുക. ഇത് എവിടേക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാർജ് കോർപ്പറേറ്റ് നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൾട്ടിനാഷണൽ ഓർഗനൈസേഷനിൽ MNCയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാ സെന്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാമ്പസ് നെറ്റ്വർക്കിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇനി പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, റിലയബിൾ ആൻഡ് സ്കെയിലബിൾ ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഫോൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ലാർജ് നെറ്റ്വർക്കിന് സ്യൂട്ട് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കാരണം ഇത് എല്ലാത്തിനും കോമ്പിനേഷൻ വരുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇത് എക്സ്പെൻസീവ് ആണ്, കോംപ്ലെക്സ് ഡിസൈൻ ആൻഡ് മെയിൻ്റെനൻസ് ആണ് ഇതിന് വരുന്നത്. കാരണം ഇത് എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആയ കാരണം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിക്വയർഡ് സ്കിൽഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഇതിന് വേണം. ആൻഡ് ഇതിൻ്റെയൊക്കെ കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. ടോപ്പോളജീസ് ഒക്കെ ഏതൊക്കെയാണ്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, റിലയബിലിറ്റി എങ്ങനെ, സ്കെയിലബിലിറ്റി എങ്ങനെയാണെന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ബസ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും, റിലയബിലിറ്റിയും കുറവായിരിക്കും, സ്കെയിലബിലിറ്റിയും കുറവായിരിക്കും. സ്റ്റാർ ആണെങ്കിൽ മീഡിയം ആയിരിക്കും, ഇത് റിലയബിലിറ്റി ഹൈ ആയിരിക്കും, സ്കെയിലബിലിറ്റി ഹൈ ആയിരിക്കും. റിംഗ് ആണെങ്കിലും മീഡിയം തന്നെയാണ്, റിലയബിലിറ്റി മീഡിയം ആയിരിക്കും, സ്കെയിലബിലിറ്റി ലോ ആയിരിക്കും. മെഷ് ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക, സ്കെയിലബിലിറ്റി ലോ ആയിരിക്കും. ട്രീ ആണെങ്കിൽ മീഡിയം ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് വരാം, റിലയബിലിറ്റി മീഡിയം ആയിരിക്കും, സ്കെയിലബിലിറ്റി ഹൈ ആയിരിക്കും. ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഹൈ ആയിരിക്കും, റിലയബിലിറ്റി ഹൈ ആയിരിക്കും, സ്കെയിലബിലിറ്റിയും ഹൈ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ടോപ്പോളജി, എന്താണ്, എത്ര ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട്, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അത് എവിടേക്കാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.